മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ചെന്നിണ ബലിയാന്നത ബലിവായി ശാന്തി ജഗത്തിൽ വിതച്ചവനേ, മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ബലിയിതു കൈക്കൊണ്ടലിവൊടുനാഥ, മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരും നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് പരിശുദ്ധമായ ഈ ബലി അർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ ജീവിത ദുഃഖങ്ങളെയും വ്യാകുലങ്ങളും ആകുലതകളും എല്ലാം കർത്താവിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിച്ച് അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടുകൂടി ഓർക്കുവാൻ നമുക്കിടയാകട്ടെ. ഒരു നിമിഷം നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ ഹൃദയത്തിൽ ഓർക്കുവാനും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം സമർപ്പിക്കുവാനും ഇടയാകട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് നാം വിശുദ്ധരെ പ്രാർത്ഥിക്കുക. എമ്മാനുവേൽ ജേക്കബ് എന്ന സഹോദരന് വേണ്ടിയാണ്. മരണനിദ്ര പ്രാപിച്ച ഈ ആത്മാവിന് കർത്താവിൻ്റെ കൃപ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം. മിശിഹായുടെ കൽപ്പനയനുസരിച്ചാണല്ലോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദരനെ നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ ശക്തിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, വാഗ്ദത്തത്തിന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം
മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. മരിച്ചവരെ ഉയർത്തുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ പുറപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സഹോദരനെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവജ്ഞനായ കർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 11 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ ഗുരുവാശീർവദിച്ചാൽ. അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കൃഷ്ടത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ? നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റ് സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കമുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. മെക്കദോനിയായിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത്. അതിനാൽ നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു, മേലിലും ശ്രദ്ധിക്കും. ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടോ? അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം. ഞാനിപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും. അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കിട്ടുന്നെങ്കിൽ അതിലെന്തത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവിശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരുവാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്തെന്നാൽ മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇന്ന് നാം കാണുന്ന ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ വചനങ്ങൾ കേൾക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നാം കാണുന്ന വിഷയം നിനക്ക് ജീവനും ദീർഘായുസ്സും നൽകുന്ന ദൈവം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് ജീവനും ദീർഘായുസ്സും തരുന്നത് പിതാവായ ദൈവമാണ്. ഈ മഹാമാരി പിടിച്ച് ലോകം മുഴുവനും വേദനയിലും ഭീതിയിലും ഭയത്തിലുമായിരിക്കുമ്പോൾ ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കുകയില്ല എന്ന് പറയുന്ന യേശു തമ്പുരാന്റെ വാക്കുകൾ നമുക്ക് ആശ്വാസമായി തീരട്ടെ. കർത്താവ് പറയുന്നത്, നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കുവാൻ 3 കാര്യങ്ങൾ നീ ചെയ്യണം. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനത്തില് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, 3 കാര്യങ്ങൾ നീ പാലിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജീവനും ദീർഘായുസ്സും കർത്താവ് തരും. 1, നീ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. 2, അവന്റെ വാക്കുകൾ കേൾക്കണം. 3, അവിടുത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ നിനക്ക് ജീവനും ദീർഘായുസ്സും നൽകും. ഈ മഹാമാരിയുടെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് കർത്താവ് തരുന്ന സന്ദേശമാണ്, അവിടുത്തെ അതിരറ്റ് സ്നേഹിക്കുക, അവിടുത്തെ വാക്കുകൾ കേൾക്കുക, അവിടുത്തോട് ചേർന്ന് നിൽക്കുക. സ്നേഹമുള്ളവരെ, ഇത് വലിയ കർത്താവിന്റെ വാഗ്ദാനമാണ്. വലിയ സന്തോഷത്തിന്റെയും സമാശ്വാസത്തിന്റെയും വചനങ്ങളാണ് കർത്താവ് നമ്മൾ പറയുക. ഇപ്പൊ കർത്താവ് നമുക്ക് ജീവനും ദീർഘായുസ്സും തരുവാനായിട്ട് തയ്യാറാകുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവ 3. വീണ്ടും സ്നേഹമുള്ളവരെ, യോശുവയുടെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് 8-ാം തിരുവചനം പറയുന്നുണ്ട്. അവിടെ 3 കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഈ മഹാമാരിയുടെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീ വിജയം വരിക്കും. അവിടെ കർത്താവ് 3 കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുക. 1, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിനകത്ത് ഉണ്ടായിരിക്കട്ടെ. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നീ പാലിക്കുവാൻ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് നീ രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ജീവൻ ഭരിക്കുകയും വിജയം ഭരിക്കുകയും ചെയ്യും.
സ്നേഹമുള്ളവരെ, ഇത് വലിയ കാര്യമായി കർത്താവ് പറയുകയാണ്. നീ പോകുന്ന സ്ഥലങ്ങളിലല്ല മോശയോടുകൂടി ഉണ്ടായിരുന്നതുപോലെ നിന്നോട് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് യോശുവയോട് വാഗ്ദാനം ചെയ്ത കർത്താവ് പറയുന്നത്, ന്യായപ്രമാണ ഗ്രന്ഥം അവിടുന്ന് നിന്നിരിക്കുന്ന ജീവന്റെ പുസ്തകം നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് നീ രാവും പകലും ധ്യാനിക്കണം. ഇതിനെക്കുറിച്ച് പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വചനത്തിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല. മനുഷ്യൻ മാറിയാലും മനുഷ്യന്റെ വാക്കുകൾ മാറിയാലും വാക്ക് മാറ്റാത്ത ദൈവം തമ്പുരാന്റെ സന്നിധിയില് കർത്താവ് പറയുകയാണ്, ആര് നശിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവനല്ല. നീ ജീവൻ പ്രാപിക്കണം, നീ അഭിവൃദ്ധി പ്രാപിക്കണം, നിനക്ക് ഐശ്വര്യം ഉണ്ടാകണം, നീ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മോട് പറയുന്ന വലിയ സന്തോഷത്തിന്റെ സമാശ്വാസത്തിന്റെ വചനങ്ങളാണിവ. എന്നിട്ട് കർത്താവ് നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവ് ആരാണ്, കർത്താവ് നിന്നെ എപ്രകാരം സംരക്ഷിക്കുമെന്ന്. നിയമാവർത്തന പുസ്തകത്തില് 31-ാമത്തെ അധ്യായത്തില് 8-ാമത്തെ തിരുവചനം നമ്മോട് പറയുകയാണ്. കർത്താവിന്റെ വലിയ കാരുണ്യത്തിന്റെ മുമ്പില് നാം ആയിരിക്കുമ്പോൾ അവിടെ നമ്മോട് പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അപാരമായ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ്. കർത്താവാണ് നിന്റെ മുമ്പേ പോകുന്നത്. നീ എവിടെ യാത്ര ചെയ്തു കഴിഞ്ഞാലും കർത്താവാണ് നിന്റെ മുമ്പേ പോവുക. അവിടുന്ന് നിന്നോടുകൂടി ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ സന്തനാശനാക്കുകയില്ല, നിന്നെ പരിത്യജിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. സ്നേഹമുള്ളവർ, ഇതാ പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹം. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം തരുന്ന കർത്താവ് പറയുകയാണ്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. നീ സംഭ്രമിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭഗ്നാശനാവുകയില്ല, നീ പരാജിതനാവുകയില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ വാഗ്ദാനമാണ് മഹാമാരിയുടെ തലങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് തരുന്ന ദൈവികമായ സംരക്ഷണം. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ, നിയമാവർത്തന പുസ്തകത്തിന്റെ 30-ാം അധ്യായവും 31-ാം അധ്യായവും യോശുവയുടെ പുസ്തകം 1-ാം അധ്യായവും വായിക്കുകയാണെങ്കിൽ കർത്താവിന്റെ അനന്തമായ സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം കർത്താവിന്റെ വചനങ്ങള് ധ്യാന വിഷയമാകട്ടെ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, നീ വചനം വായിക്കുമ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കും, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ കർത്താവിനോട് സംസാരിക്കും. രണ്ട് കാര്യങ്ങളാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം കർത്താവിനോട് സംസാരിക്കുന്നു, നാം വചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെ ഈ ന്യായപ്രമാണ ഗ്രന്ഥത്തിലൂടെ കർത്താവ് തരുന്ന സമാശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും അംശങ്ങള് നമ്മുടെ ജീവിതത്തിൽ പ്രാപ്തികമാക്കുവാനും ജീവനും അഭിവൃദ്ധി പ്രാപിക്കുവാനും നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുവാനും പ്രത്യേകമായിട്ട് ഓരോ വിശുദ്ധ ബലിയിലും തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച്, കർത്താവേ, നീ തരുന്ന ജീവനും നീ തരുന്ന അഭിവൃദ്ധിയും നീ തരുന്ന വിജയവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് പെരുകുകയും ചെയ്ത് ഞങ്ങളുടെ സഹോദരനെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന്. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അരളി അനുഗ്രഹിക്കണമെന്ന്. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന്. മിശിഹായുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന്. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന്. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി
സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാനിടയാക്കണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരുടെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മനുഷ്യരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈകവുമായ സത്യവുമേ, അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ പൂർണ്ണമായി ബലപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് തുല്യ ബഹുമാനവും വന്നത് ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. വിശുദ്ധ ബലിപീഠത്തിന്മേൽ മിശിഹായുടെ അമൂല്യമായ ശരീരവും രക്തവും നമുക്കെല്ലാവർക്കും ഭയഭക്തികളോടുകൂടെ അവിടുത്തെ സമീപിക്കുകയും മാലാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുകയും ചെയ്യാം. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. വിശുദ്ധ ബലിപീഠത്തിന്മേൽ മിശിഹായുടെ അമൂല്യമായ ശരീരവും രക്തവും നമുക്കെല്ലാവർക്കും ഭയഭക്തികളോടുകൂടെ അവിടുത്തെ സമീപിക്കുകയും മാലാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ മറിയത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെയും ഏകജാതന്റെ സ്നേഹിതരെയും ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. വിജയം ഭരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷിയുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെയും നമ്മുടെ രാജാവ് നമ്മോടുകൂടെയും നമ്മുടെ ദൈവം നമ്മോടുകൂടെയും യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർത്തുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിയാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവര് നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ ഫലങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയതാനും സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുതുന്നവയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരുടെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രിയാർക്കീസുമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരാജയർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ഫലങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും ഉന്നതയും എല്ലാ ശക്തികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള മറ്റുള്ള കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ റോബന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന. ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു.
ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗീയ കടമ്പകളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ അനുസരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാഫിയും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സംസ്കരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തിയിൽ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജറാർമാർ ജോർജ് മെത്രാപ്പോലീത്തായിക്കും ഗുരുപദാധ്യക്ഷനും പിതാവുമായ ജോസഫ്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാനയും സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികന്മാരുടെയും സിംഹന്മാരുടെയും സാക്ഷികളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാനയും സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന
ഇടയിൽ നിന്ന് നമ്മുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകമായി വിശുദ്ധരർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എമ്മാനുവേലിന് വേണ്ടി അങ്ങയുടെ കാരണത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടി അയോഗ്യനായവർക്ക് വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദുർബലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ വർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചുവെന്നും എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായിരിക്കുന്നത് സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ളവരെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകടിപ്പിക്കുന്ന അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോൾ എപ്പോൾ എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകും. എങ്കിലും സുത്യർത്ഥവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായിരിക്കുന്നതിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഉന്നതങ്ങളിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാകുന്നു. സ്നേഹപൂർവ്വം സമീപിച്ച് എന്നെ സ്വീകരിക്കുന്ന എല്ലാവരും എന്നിൽ നിത്യം ജീവിക്കുകയും സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയും ചെയ്യും എന്ന രഹസ്യം രക്ഷകൻ അറിയിച്ചു. അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകരായ
ക്രോപന്മാരും ശ്രാപ്പന്മാരും മുഖ്യദൂതന്മാരും ബലിപീഠത്തിനു മുൻപിൽ ഭയഭക്തികളോടെ നിന്ന് കടങ്ങളുടെ പ്രതിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ഭാവികളെ തന്റെ അടുക്കിലേക്ക് വിളിക്കുകയും അനുതാപികൾക്കായി വാതിൽ തുറടുകയും ചെയ്തിരിക്കുന്ന കാരുണ്യവനായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിച്ച് രാവുകൾ അങ്ങേക്ക് സ്തുതി പാടട്ടെ. നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശ്രവണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നത ദൈവമായ രാജ്യത്തിൽ വിശുദ്ധരോടും ചിന്തിക്കുവാൻ ഞങ്ങളുടെ ഫലങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും പ്രസന്നവതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് വിശുദ്ധകാർ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. അങ്ങയുടെ കാരണം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്ന ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും മഹത്വവും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറുകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നാം എല്ലാവരും പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. ഒരു നിമിഷ നിശബ്ദതയിൽ ആത്മീയമായ ഈശോയുടെ ശരീരവും രക്തവും നമുക്കിരിക്കാൻ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കരുളി ചെയ്താൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ആത്മീയമായ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേയും അങ്ങേ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ
അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ ശരീരവും പാനം ചെയ്തതിന്റെ രക്തവും ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധയിൽ സന്ദർശിക്കുന്ന നിദാനമാകട്ടെ. സകലത്തിന്റെ ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായെയും നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മർത്യരായ ഞങ്ങളെ ജീവിതായകവും ദൈവികവുമായ ഞങ്ങളെ യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയമായ നാമത്തിനെപ്പോൾ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ അമർത്യതയുടെ ഔഷധമായ പ്രധാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായി ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെ കുരിശുമരണം വഴി മരണത്തെ പരാജയപ്പെടുത്തുകയും നിത്യജീവൻ നമുക്ക് നേടിത്തരുകയും ചെയ്ത മിശിഹാവാകട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും തന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുമെന്നുള്ള അവിടുത്തെ വാഗ്ദാനം നമ്മിൽ നിന്നും വേർതിരിഞ്ഞു പോയ സഹോദരനിലും നമ്മിലും നിറവേറട്ടെ. കർത്താവിൽ മരണത്തിൽ പ്രാപിച്ചവർ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരായി ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുവാൻ യോഗ്യരാകട്ടെ. അവരുടെ സ്മരണ ആചരിച്ചുകൊണ്ട് ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ജീവന്റെയും മരണത്തിന്റെയും നാഥനായോടും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കവരണമേ സ്വസ്തി. ഇങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രവൃത്തിക്ക് കാരണമാകട്ടെ. കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാം. നിത്യപുരോഹിതനായ അങ്ങേദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്ത് വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെയും മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെയും നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പരസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മൗനവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കുക. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധമായി കാത്തുകൊള്ളണമേ. ദൈവിക സന്നിധിയിൽ ശക്തിയുള്ള ആവശ്യത്തിന് മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ മഹാമാരിയിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നൽകണമേ എന്നും
നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും ചേർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവിക്കുകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ, നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. ഞങ്ങൾ ഇന്ന് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിരന്തരം അങ്ങേ തിരുക്കുമാരന് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ പുത്രന്റെ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവത്തിന്റെ ധീരശക്തിയുള്ള നിത്യസഹായ മാതാവേ, ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ. പ്രലോഭനങ്ങളിൽ വിജയമരിക്കുന്നതിനുള്ള ശക്തിയും ഈശംശികായിട്ടുള്ള പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോൾ നിത്യസഹായ മാതാവിനെ ഉണർന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത സ്വീകരിക്കുകയും ചെയ്യണമേ. ഓ നിത്യസഹായ മാതാവേ, ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാണല്ലോ. അങ്ങയുടെ നാമം എപ്പോഴും, പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിലുണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹീതയായ നാഥേ, ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നിത്യസഹായ മാതാവേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ പുരുഷനെയാണ് അഭിമുഖീകരിക്കുന്നത്. കർണാർദ്രിയായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ നിത്യസഹായ മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ മിത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും സാമൂഹ്യ സമാധാനത്തിലും അനൈക്യത്തിലും സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നാളെ സംബന്ധിക്കുന്ന ദൈവഭക്തന്മാർക്ക് പരിശുദ്ധാരൂപയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തം തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുവനന്തപുരത്ത് വന്ന് തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്നും വേർതിരിഞ്ഞു പോകാൻ എല്ലാവരും വിശ്വാസികൾക്കും നിത്യവിശ്രമം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിന്റെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രസാദത്തിന് നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ, സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്ക് വേണ്ടി കർത്താവേ, ഞങ്ങളുടെ സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ നവനാൾ കുടുംബത്തിൽ നൽകിയിരിക്കുന്ന ആധ്യാത്മിക
കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാരീരികവും മാനസികവുമായ അസ്വാസ്ഥ്യം മൂലം ക്ലേശിക്കുന്ന അങ്ങയുടെ ദാസരെ തൃക്കൺ പാർക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ. അങ്ങനെ സഹനം വഴി ഞങ്ങൾ പൗത്രീതരാവുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾ അതിവേഗം രോഗവിമുക്തരാവുകയും ചെയ്യട്ടെ. ഈ അപേക്ഷകളെല്ലാം കർത്താവ് ഈശോ മിശിഹ വഴി ഞങ്ങൾക്ക് തന്നല്ലണമേ. ആമേൻ. മറിയത്തിനോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ എല്ലാ തലമുറകളോട് ചേർന്നുകൊണ്ട് പറയുന്നേ പ്രവർത്തിക്കുകയും അവിടുത്തെ ശക്തിയെ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവീശോയെ, അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായിക്കുവാൻ കനത്തുള്ള അമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അമ്മയെ വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലമെന്ന് അനുഭവിക്കുവാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടുന്ന് നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ സൗഖ്യം നൽകി പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ നമുക്ക് 10 മിനിറ്റുകളോളം നമുക്ക് ആരാധന ഉണ്ടായിരിക്കും. നമ്മൾ ഭവനങ്ങളിൽ ഇരുന്നാണ് ഈ ആരാധനയിൽ സംബന്ധിക്കുക. നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നവർ പ്രത്യേകമായിട്ട് മുട്ടുകുത്തുവാൻ സാധിക്കുന്നവർ മുട്ടുകുത്തി ഈ ആരാധനയിൽ സംബന്ധിക്കുവാനും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ സന്നിധിയിലായിരിക്കുന്ന ഈശോയ്ക്ക് സമർപ്പിക്കുവാനും ഇടയാവുകയും ചെയ്യട്ടെ. Thank you.
ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നാം ഏതവസ്ഥയിലായിരിക്കുക, ആ അവസ്ഥയാണ് യേശു കാണുകയും അറിയുകയും ചെയ്യുക. അവിടുന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി ഓരോ ദിവസവും പൂർത്തിയാക്കുവാൻ നമ്മളെ അനുവദിക്കുന്ന അനന്തമായ കാര്യത്തെ നമുക്ക് ഓർക്കാം. രോഗങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്നെല്ലാം കർത്താവിന്റെ വലിയ സംരക്ഷണം നമുക്ക് നൽകുകയാണ്. 91-ാം സങ്കീർത്തനത്തിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവനും ദൈവത്തിന്റെ തണലിൽ കഴിയുന്നവനും ഭാഗ്യവാൻ. അവനെ മഹാമാരികളൊന്നും തൊടുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. തന്റെ സ്നേഹത്തിൽ ഒട്ടു നിൽക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. കർത്താവ് നമുക്ക് ജീവനും അഭിവൃദ്ധിയും തരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. കർത്താവിനെ ഹൃദയത്തിൽ സ്നേഹിക്കുവാനും അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും അവിടുത്തോട് ചേർന്ന് നിൽക്കുവാനും ഇടയാകട്ടെ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്നോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. യോഹന്നാൻ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു എന്നാണ്. നമുക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന് ഫലം നൽകുന്നവരാകാം. മഹാമാരികളെ, അസ്വസ്ഥതകളും ഭീതിയും ഭയാനകതയും എല്ലാം നമ്മളെ വേട്ടയാടുമ്പോൾ കർത്താവിന്റെ വലിയ സംരക്ഷണം നമുക്കുണ്ടാകട്ടെ. വചനത്തിലൂടെ അവിടുന്ന് നമ്മോട് തരുന്ന സമാശ്വാസത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ വേദനയോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കണ്ണീര് എന്നാണ് മാറുക? ഈ വേദന എന്നാണ് തീരുക? കർത്താവേ, ഞങ്ങളുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും കണ്ട് നീ ഞങ്ങളെ രക്ഷിക്കുവാൻ വരണമേ എന്ന് ഒന്ന് ചേർന്ന് ദിവികാരണത്തെ നോക്കി നമുക്കും ആലപിക്കാം. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ വേദന
താങ്ങാൻ ശക്തി തെല്ലുമില്ലായേ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ. ഈ മഹാമാരി എന്ന് തീരുമോ? ഈ വേദനകളെ ഇല്ലാതാക്കുമോ? യഥാർത്ഥ ജീവിതത്തിലേക്ക് എന്ന് തിരിച്ചു വരുവാനാകുമോ? കഷ്ടപ്പാടിന്റെ ഈ നാളുകളിൽ കർത്താവേ, നീ ഞങ്ങളുടെ സഹായത്തിന് തരണമേ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, മഹാമാരികളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ. ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവേ, നീ സ്വർഗം വിട്ട് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. നിയമാവർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായം 8-ാം വചനത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ വരും. നീ ഭക്തനാശനാവുകയില്ല. നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും മടുക്കുകയില്ല, അവർ തളർന്നു വീഴുകയില്ല. 121-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകളുയർത്തി, എനിക്ക് എവിടെ നിന്ന് സഹായം വരും? എനിക്ക് സഹായം എൻ്റെ കർത്താവിൽ നിന്ന് വരും. നമ്മളെ സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. അതിനായി ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ജോലികളെ, നമ്മുടെ കുടുംബങ്ങളെ, നാം കണ്ടുമുട്ടുന്ന വ്യക്തികളെ, രോഗികളായി കഴിയുന്നവരെ, പ്രാർത്ഥനയായിട്ടുള്ള എല്ലാവരെയും ഈ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. അവിടുന്ന് കരം നീട്ടി നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന ഹൃദയത്തിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാധികാരമീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമാത്മികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാത്മികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ പതിവ് പോലെ വൈകിട്ട് 7 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് ദൈവമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യട്ടെ. സകല വിശുദ്ധരും നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസവും നല്ല ജീവിതങ്ങളും കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.